ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കോളിഫ്ലവർ കറിയാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. കോളിഫ്ലവർ ഇതുപോലെ കറി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. എന്നാൽ മാത്രമേ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കോളിഫ്ലവർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. എല്ലാം ഇതുപോലെ വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇത് ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ കഴുകിയെടുത്തതിൻ്റെ നനവൊക്കെ ഒന്ന് കോട്ടൺ തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്തിരുന്നാൽ നന്നായിരിക്കും. ഇത് കഴുകിയ ആ ഒരു നനവോട് കൂടി തന്നെ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളവും എണ്ണയായിട്ട് നമ്മുടെ ദേഹത്തൊക്കെ തെറിക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ പൊള്ളിപ്പോവും. അതുകൊണ്ട് ആ ഒരു ഇത് ഒഴിവാക്കാനാണ് ഇത് നമ്മൾ നല്ല കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ നനവെല്ലാം തുണി വെച്ച് തുടച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലായിരുന്നാലും കുഴപ്പമില്ല. കോളിഫ്ലവർ ഇതുപോലെ നമ്മൾ മസാലയൊന്നും തേക്കാതെ തന്നെ വെറുതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം തന്നെ നന്നായിട്ട് ചൂടായി വന്ന എണ്ണയിലേക്ക് ഞാനിപ്പോൾ ഈ ഒരു കോളിഫ്ലവർ മുഴുവനായി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഈ കോളിഫ്ലവർ എങ്ങനെ ഏത് രീതിയിൽ കറി വെച്ചിരുന്നാലും ഒരു പച്ച മണമാണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടാവും. ആ ഒരു പച്ച മണമൊക്കെ ഇതിൽ നിന്ന് മാറിക്കിട്ടും. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 80 ml കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 60 ml കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും പുളിയില്ലാത്ത തൈരായിരിക്കണം എടുക്കേണ്ടത്. ഇനി ഇതുപോലെ തന്നെ 60 ml കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടി തേങ്ങാപ്പാലാണ്. ഇത്രയും ഒഴിച്ചു കൊടുത്ത ശേഷം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്ത മിക്സ് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ചെറുതായിട്ടൊരു തരിയോട് കൂടിയാണ് നമുക്കിത് അരഞ്ഞു കിട്ടിയിട്ടുള്ളത്. ഒരുപാട് അങ്ങ് നൈസാക്കി കളയണ്ട. ഇത്രയും ഒരു ചെറിയ തരിയോട് കൂടി വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്രൈ ആക്കാൻ വെച്ചിരുന്ന ആ ഒരു കോളിഫ്ലവർ തുറന്നു നോക്കാം. ഒരു 3 മിനിറ്റ് നേരം ഇതുപോലെ എണ്ണയിലൊന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിതിനെ ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇത്രയും മതി. ഒരുപാട് നേരം ഫ്രൈ ആക്കി എടുക്കണ്ട, ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മിക്സിയുടെ ജാറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതിൽ ഇളക്കിയെടുക്കാൻ വേണ്ടി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കറി ഒരുപാട് അങ്ങ് ലൂസാക്കണ്ട. ഇത്തിരി കട്ടിയായിട്ടിരുന്നാലേ നമുക്ക് കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്കൊരു വലിയ 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും 1/4 സ്പൂൺ ഗരം മസാല പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എരിവൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് 1 സ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, തീർച്ചയായിട്ടും ഇട്ട് കൊടുത്തിരിക്കണം. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കറി ഇതുപോലെ തയ്യാറാക്കുമ്പോൾ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം 3 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു കറി ഒരുപാട് വെള്ളം ആവാതെ നല്ല കുറുകിയ ചാറോട് കൂടി തന്നെ റെഡിയായിട്ടുണ്ട്. ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നുകൂടി കറി കുറുകിയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ കോളിഫ്ലവറിൻ്റെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ മറ്റെന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതേ രീതിയിൽ ഇനി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.